എക്സാക്ട്ലി അല്ല. ആദ്യം ഫസ്റ്റ് മെസ്സേജ് സെലിബ്രിറ്റി ആരാണെന്നെങ്കിലും ഓർമ്മയുണ്ടോ? ജയറാമേട്ടൻ നമ്മളുടെ സ്ഥിരം വലിയ മിസ് ഉണ്ടായി കേട്ടോ. അമ്പലപ്പുഴ വന്നപ്പോൾ തന്നെ ജയറാമേട്ടൻ അമ്പലപ്പുഴ അത് പാടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് ടൈം ഭയങ്കര ഷോർട്ടായിരുന്നല്ലേ, അപ്പൊ ഞങ്ങൾ ആ പാടി വന്നപ്പോൾ ഈ പാട്ടിന്റെ കാര്യം വിട്ടും പോയി. 2019 ഒരു പോസ്റ്റാണിത്. ഈ ഒരാളെ അല്ലിപ്പോ ഈ ഒരു വ്യക്തിയാണോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? ഭയങ്കര ഡിഫറൻസ് ആണ്, എല്ലാത്തിലും വേറെ വേറെ ആളാ. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ലുക്ക് വരുത്തുന്ന ഒരാള്? ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പ്രായം കൂടുതൽ ഇവൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഭയങ്കര കഴിവാണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് വളരെ ക്വിക്ക് ആവുന്നുണ്ട്. ഇവര് വേറെ വലിയ കഴിവുണ്ട്. അപ്പുറത്തെ റൂമിൽ കിടന്നാൽ പോലും കൂർക്കമ്പലി. ഒരു ദിവസം ഞാൻ രാവിലെ എന്തെങ്കിലും ഇവൻ ഹോളില് വന്നിട്ട് തലയെ കൂടെ പുതച്ച് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റിയോ? എനിക്കൊന്ന് ഉറങ്ങണം, അതിനുവേണ്ടി വന്നത്. ഭയങ്കര ഞെട്ടലോടായിരിക്കും കേൾക്കുന്ന കാര്യം. നവീചേട്ടന്റെ ചിരിക്കൊക്കെ എപ്പോഴും ചിരിച്ച മുഖം, ഭയങ്കര ഫാൻസ് ആണ്. ഇഷ്ടമുള്ള ഹോബി അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. നൈക്കിയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഒരു സാധനം എന്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് തന്നത്. എത്രയാവും? എന്റെ വിലയുണ്ട് 25,000 രൂപ. ചേട്ടനാണോ അപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ ഡിസൈൻ വരയ്ക്കുന്ന ആള്? വേറൊരാളുണ്ട്, എന്റെ വൈഫ്. നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഇഷ്ടമുള്ള 2-3 പാട്ടുകൾ അതല്ലാതെ എന്തെങ്കിലും അവരോട് ചോദിക്കാനുള്ളത് വേണമെങ്കിൽ ചോദിക്കാം. ഇന്റർവ്യൂലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളത് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോ പാസ് ചെയ്ത് കൊടുക്കാം. നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട്? കുറെ പെൺകുട്ടികൾ ഭജൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ എല്ലാവരുടെയും വലിയൊരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ. അപ്പൊ അവർക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ വളർന്ന് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഉപദേശമോ എന്തെങ്കിലും ഒരു നല്ല പറയാനുണ്ടെങ്കിൽ എന്തായിരിക്കും അവരോട്? കൺസിസ്റ്റൻസി ഈസ് ദ കീ. കാര്യം എന്താണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കീപ് ഓൺ ഡൂയിങ്. ഇപ്പൊ നിങ്ങളുടെ പാട്ട് ഇല്ലെങ്കിൽ ഭജൻ കാര്യങ്ങൾ കഴിവുകളൊക്കെ നമുക്കറിയാം. ഇതല്ലാതെ വേറെ എന്തൊക്കെ കഴിവുകളുള്ളതെന്നും കൂടി ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രണ്ട്സ് ആയി ഇത്രയും വർഷം ഒരുമിച്ചുണ്ട്, അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിയാമായിരിക്കുമല്ലോ വേറെ എന്തൊക്കെ ടാലൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് പറയോ നവി? മിടുക്കനാണോ? വീഡിയോ ട്രോൾസ് കൊള്ളാലോ. പുറത്തോട്ടില്ല, നിങ്ങളുടെ ഇടയിൽ തന്നെ, നിങ്ങളുടെ ഗ്രൂപ്പില്. അതാണ് അവന്റെ. അഖിലിന്റെ എന്താണ് അഖില്? വേറെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയാട്ടോ, ഡാൻസ് അവൻ നല്ല IT ഡെവലപ്മെന്റ് പരിപാടികള് സ്കിൽസ് ഉണ്ട്. അപ്പൊ അതല്ലേ IT റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടികൾ. പാട്ടും പാടും. നിങ്ങളിപ്പോഴും അറിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടും പാടും. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറാല്ലേ അതിലേക്ക്. അടുത്ത ആള് എന്തൊക്കെ കഴിവുകളാണുള്ളത്? ഇല്ല, എനിക്കങ്ങനൊന്നും ഇല്ല. എന്റെ ജോലിയല്ലേ കഴിവ്. ഇങ്ങനെ നമുക്ക് ഡാൻസ്, മോണോ ആക്ട്, ഡാൻസ് ചെയ്യോ? അത് സാധാരണ ഡാൻസ് അല്ല. ഞാൻ വിചാരിച്ചു ക്ലാസിക്കലായിട്ട് പറയാൻ പറ്റും. അത് ഞാൻ കുറച്ച് മുമ്പ് കേട്ടു. അതെന്താ കഥ? ഉറങ്ങിപ്പോയൊരു കഥ ഞാൻ കേട്ടല്ലോ. ഞാനിപ്പോ നല്ല തലവേദന നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കിടക്കുമെന്ന് പറഞ്ഞാൽ പുറകെ കിടന്ന് പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നല്ല കൂരാക്കി തീർത്ത് വീട്ടിൽ വന്നു. ഞാൻ കാരണത്ത് തുടങ്ങി ഇങ്ങനെ അറിഞ്ഞില്ല. വണ്ടി കിടപ്പുണ്ടെന്ന് എണീറ്റപ്പോ പേടിച്ചു പോയില്ലേ? ആരും ഇല്ല, ഒറ്റയ്ക്ക് എവിടെയോ തട്ടിക്കൊണ്ട് വന്നൊക്കെ വിചാരിച്ചോളൂ. അതവന്റെ വേറെ ടാലന്റ്. രാത്രി ഉറങ്ങാറില്ലല്ലോ. ഒരാൾ ഉറങ്ങും, ഒരാൾ ഉറങ്ങില്ല. 2 കഴിവുകൾ കിട്ടി. ഇനി ഉണ്ണിച്ചേട്ടന്റെ പടം വരയ്ക്കും. ഓ അടിപൊളി, കൊള്ളാം. ചേട്ടനാണോ അപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ ഒക്കെ ഡിസൈൻ വരയ്ക്കുന്ന ആള്? വേറൊരാളുണ്ട്,
നവീന്റെ എന്റെ വൈഫ് ചേച്ചിയാണ് എല്ലാ കോസ്റ്റ്യൂമും ഡിസൈൻ ചെയ്ത ചേച്ചി. ആദ്യത്തെ അല്ല, അതിനുശേഷം ഇപ്പോൾ ഉള്ള റീസെന്റ് പ്രോഗ്രാംസ് എല്ലാം ഡിസൈൻ ചെയ്തത്. ഞാൻ അതൊക്കെ കണ്ടിട്ടാണ്. അപ്പൊ ചേച്ചിയുടെ കഴിവ് കണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ടത്. ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു മാച്ചും ഇല്ലല്ലോ. ഞാൻ അതെല്ലാം കണ്ടുവെച്ച് ഒരാളുണ്ടല്ലോ, ഒരാളുണ്ട്. അതെ, നമുക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് എനിക്ക് ഫോട്ടോ ഇതൊക്കെ അവളുടെ ഡിസൈൻ. ഇത് കഴിയുമ്പോ ചേട്ടാ നമുക്ക് മാത്രം സിംഗിൾ ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇനി പ്രവീൺ ചേട്ടൻ്റെ എന്തൊക്കെയാണ്? നിങ്ങൾ ഒരുമിച്ച് ഒരുപാട് വർഷത്തെ ബന്ധമല്ലേ? ഇവന്റെയോ? പ്രവീൺ നല്ലതായിട്ട് കുക്ക് ചെയ്യും. നല്ല നല്ല എന്താ ഒരു മെയിൻ സ്പെഷ്യൽ ഐറ്റം എന്താ? നോൺ വെജും വെജും എല്ലാം തന്നെ ചെയ്യും. കുക്കിംഗ് എനിക്ക് ഭയങ്കര പാഷൻ. മ്യൂസിക് പോലെ തന്നെ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കുക്കിംഗ്. ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് കുക്കിങ്ങും പിന്നെ ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ ഇവരെല്ലാം എന്റെ ആ കഴിവിനെ തകർത്ത് കളഞ്ഞെ. അതോടുകൂടി അല്ല അല്ല കുഴപ്പമില്ലാണ്ട് എഴുതുമായിരുന്നു, മോശമൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും നല്ല കുക്കിങ്. അതുകൊണ്ട് പിന്നെ ഞാൻ പിന്നെ എന്തൊക്കെ ഇവർക്ക് കുക്ക് ചെയ്തൊക്കെ തന്നിട്ടുണ്ടാവുമല്ലോ. ഞങ്ങള് ദുബായിലായിരുന്ന സമയത്ത് എൻ്റെ വൈഫ് കുറച്ച് മാസം 2-3 മാസം നാട്ടിലായിരുന്നു, വൈഫും കുട്ടികളും. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം അവൻ റൂമിലേക്ക് വന്നു, ഇവനും ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേരും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫുഡ് ഞങ്ങൾക്കുള്ള ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവരെ കഴിച്ച് ഞങ്ങളങ്ങ് മടുത്തു. കാരണം എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി പുറത്തുനിന്ന് കഴിച്ച് കഴിയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾ ഓരോ ദിവസം ഓരോ സാധനങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഓരോ പരീക്ഷണങ്ങളാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ ചേട്ടൻ ഉണ്ടാക്കിയതിൽ? മീൻകറി ടേസ്റ്റ് പിന്നെ ചിക്കൻ. പിന്നെ അല്ലാതെ പാസ്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നല്ലതായിട്ട് ഉണ്ടാക്കും. വൈറ്റ് സോസ് നല്ല രസമാണ്. എല്ലാം ഉണ്ട് ഒരു കുക്കിംഗ് അല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് ഞാൻ ഒരുപാട് വീഡിയോസ് കാണും. എനിക്ക് കുക്കിംഗ് വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. മ്യൂസിക് പോലെ തന്നെ വിശക്കൂല ചേട്ടാ അതിങ്ങനെ കാണുമ്പോ. കുക്ക് റീല് കാണുമ്പോ അതായിരുന്നു ഇപ്പഴല്ലേ, ഇപ്പഴും കഴിക്കും, ഫുഡും അതുപോലെ കഴിക്കും, നല്ല ഭക്ഷണം കഴിക്കും. ഓക്കെ, ഇനി നവീൻ ചേട്ടൻ എഴുതൂന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എഴുതുന്നു നിമിഷ കവിയാണെന്നൊക്കെ ഈ പാട്ടുകളിലെ വരികളൊക്കെ മാറ്റി 2-3 ട്വീക്സ്, അല്ലാണ്ട് അങ്ങനെയൊന്നും അല്ലാണ്ട് എഴുതുന്നില്ല. ഓക്കെ, വേറെ എന്തൊക്കെ കഴിവുകളുള്ള നവീൻ ചേട്ടൻ? അതെ, ഇവൻ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഭയങ്കര കഴിവാണ്. അതായത് ഡിസിഷൻ മേക്കിംഗ് വളരെ ക്വിക്ക് ആയിട്ട്. എനിക്ക് അത്രയും പെട്ടെന്ന് വരത്തില്ല. ഞങ്ങളുടെ ടീമിലുള്ള പലർക്കും അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അതിനൊരു 90% കറക്റ്റും ആയിരിക്കും ആ ഡിസിഷൻസിൽ. അത് ഐഡിയാസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഐഡിയാസുമായിട്ട് വരുന്നത് കേട്ടിരിക്കുവാണ്. ഞാൻ ആലോചിക്കുമായിരുന്നു എന്റെ വേറെ എക്സ്ട്രാ കരിക്കുലർ അല്ല, ഇത് തോട്ടാണല്ലോ, അല്ലാണ്ട് വേറെ അതെനിക്ക് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നവീൻ ചേട്ടൻ ഇന്റർവ്യൂവിന് കാര്യം ചോദിച്ച് മെസ്സേജ് അയക്കും. പകല് മുഴുവൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും. രാത്രി 2:40 പറയാം കേട്ടോ. പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് വീട്ടിൽ വന്നിട്ട് അപ്പോഴാണ് ഞാൻ ചെറിയ നോയ്സ് ഒന്നും നവീന് പറ്റത്തില്ല ഉറങ്ങുമ്പോൾ. കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കണം. അങ്ങനെ കുറെ നിർബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഉറക്കം നിർബന്ധമല്ല, എനിക്ക് സ്ലീപ്പ് ഭയങ്കര ചെറിയ മിക്കവരും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ. എനിക്ക് എവിടെ ഇരുന്നാ മതി, എവിടെ ഞാൻ റെഡിയാ ഉറങ്ങാം. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഉറങ്ങും. ഞങ്ങൾ കാറിലൊക്കെ പോകൊണ്ടിരിക്കുമ്പോഴത്തേനും വർത്താനം പറയുക, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് കുറുക്കം വലി കേൾക്കാം. നമ്മൾ വലിയ സീരിയസ് ഡിസ്കഷനിലേക്ക് അപ്പോഴത്തേക്ക് ഉറങ്ങി. നവീൻ ചേട്ടൻ ഉറക്കം കുറവാണോ? എനിക്ക് ഉറക്കം കുറവാണ്. അത് നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഇപ്പം അത് മാത്രമല്ല, എനിക്ക് ഇപ്പൊ നാളെ രാവിലെ എവിടെയെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യുന്ന ചോദിച്ചു, ഫ്ലൈറ്റിൽ പോകണം. ഇപ്പൊ രാവിലെ നമ്മൾ 4 മണിക്ക് എഴുന്നേക്കണം, 5 മണിക്ക് പോകണം. ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ രാത്രി മുഴുവൻ ഇത് ആലോചിച്ചുകൊണ്ടേക്കണം. 5 മണി വരെ തൃശ്ശൂർ ഭജൻ കണക്ട് ഇങ്ങനെയായിരുന്നു. റൂംസ് കംഫർട്ട് ആയിരിക്കണം, അങ്ങനെയുള്ള ചില ഞാൻ ഒരു പ്രാവശ്യം അബദ്ധത്തിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിന് വേറെ വലിയ കഴിവുണ്ട്. അപ്പുറത്തെ റൂമിൽ കിടന്നാൽ പോലും കൂർക്കാൻ വലി. നവീന്റെ ഫ്ലാറ്റിലായിരുന്നു ഞാൻ കുറച്ചാള് ദുബായിലുള്ളപ്പോ. കാരണം ഇവൻ പറഞ്ഞ ഫാമിലിയിലുള്ളത് 2 ബെഡ്റൂമാണ്. അപ്പൊ ഹോള് കഴിഞ്ഞിട്ട് 2 ബെഡ്റൂം കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പൊ ഇവൻ അപ്പുറത്തെ ബെഡ്റൂമിൽ ഒരു ദിവസം ഞാൻ രാവിലെ എന്തെങ്കിലും ഇവൻ ഹോളില് വന്നിട്ട് തലയിൽ കൂടെ പുതച്ച് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത്? എനിക്കൊന്ന് ഉറങ്ങണം, അതിനുവേണ്ടി. കാരണം എനിക്കറിയില്ല, മേ ബി ഞാൻ ടയേർഡ് ആയതുകൊണ്ടായിരിക്കും. ഞാനിത് അറിയുന്നില്ല, കുറുക്കം വലിക്കുന്നത് ഞാൻ അറിയുന്നില്ലല്ലോ. ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഇവന്റെ കൂട്ടത്തിൽ റൂം ഷെയർ ചെയ്യുന്നില്ല. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇവനാണ്. ഇവനും എന്നെ പോലെ തന്നെ പെട്ടെന്ന് ഉറങ്ങും. അതെനിക്കറിയില്ലല്ലോ, ഞാൻ ഉറങ്ങില്ല.
ഇങ്ങനെ ലൈറ്റ് ഓൺ ആണ്, നമ്മൾ മൊബൈൽ കണ്ടുകൊണ്ട് കിടന്നു ഒന്നും പറഞ്ഞ് കംപ്ലൈന്റ് പറയും. അല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവനെ വെല്ലുന്നൊരു കൂർക്കം വലിക്കാറുണ്ട്. നമ്മുടെ മൃദംഗം വായിക്കുന്ന ഉണ്ണിക്കൂട്ടല്ലേ, ഫ്ലൈറ്റ് കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റ് വന്നപ്പോഴല്ലേ മോട്ടർ ഓൺ ആക്കിയ പോലെ ആയിരിക്കും. എന്തോ ഓക്കെ, ഇതെല്ലാം നമ്മൾ കേട്ടെങ്കിൽ നവിചേട്ടന്റെ ബാക്കി കഴിവ് നമുക്ക് കിട്ടിയില്ല. ബാക്കി കഴിവ് ഇതെല്ലാം മറ്റേ പറ്റാത്ത കാര്യങ്ങളാ പറഞ്ഞത്. സൗണ്ട് ഇല്ലാതെ ഉറങ്ങാൻ പറ്റില്ല, അതെല്ലാം പറ്റാത്ത കാര്യങ്ങളാ പറഞ്ഞത്. ക്രിക്കറ്റ് കളിയൊക്കെ കളിക്കുമായിരുന്നു. അത് കളിക്കുമായിരുന്നു. ഈ കോളേജ് സ്കൂളിലൊക്കെ എന്തൊക്കെ ഈ പാട്ടുമായി ബന്ധപ്പെട്ട മത്സരങ്ങളാണോ ബാക്കി അല്ലാതെ? അല്ല, ഞാൻ ക്രിക്കറ്റ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിന്റെ പ്ലസ് ടുവിന്റെ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അതല്ലാണ്ട് പിന്നെന്താ പറയട്ടെ, ഞാൻ മറന്നുപോയി. അഭിനയൊക്കെ ഉണ്ടോ? മിമിക്രി അങ്ങനെ എന്തെങ്കിലും പാട്ട് ഫുൾ ടൈം പാട്ടും ഭജനയും പരിപാടിയൊക്കെ തന്നെയായിരുന്നു. അതൊക്കെ തന്നെ വേറെ രാത്രി 12 മണിയാണേലും ഭജൻ ഭജൻ പണ്ട് അതായത് CD ഒക്കെ അത്ര നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഈ പറയുന്ന യൂട്യൂബ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ഈ ഹരിദാസ് ഗിരിസ്വാമിയുടെ ഒക്കെ കാസറ്റുകളൊക്കെ പഴയ ടേപ്പ് റെക്കോർഡറില്ലേ അതില് മറ്റേ പ്ലേ ചെയ്ത് റിവൈൻഡ് ചെയ്ത് അങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട് പാട്ടുകൾ. ഈ CD ഒന്നും CD പ്ലെയർ ഒന്നും ഇല്ല വീട്ടിൽ. ഇവന്റെ വീട്ടിലൊരു അച്ഛൻ എനിക്ക് തോന്നുന്നു വിദേശത്തുനിന്ന് കൊണ്ടുവന്ന ഒരു ഷാർപ്പിന്റെ പഴയ ടേപ്പ് റെക്കോർഡർ ഉണ്ട്. അപ്പൊ അതിൽ കാസറ്റ് ഇട്ടിട്ട് ഒരു ശകലം കേൾക്കും, അത് എഴുതിയെടുക്കും, വീണ്ടും റിവൈൻഡ് ചെയ്ത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ എഴുതിയത് മറ്റേ സുകുമാർ ഹേ എന്നുള്ള അതൊക്കെ അങ്ങനെ എഴുതിയെടുത്ത പാട്ടുകളാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ ഭജന കഴിഞ്ഞ് വന്നിട്ട് രാത്രിയിലാണ്. അപ്പം നവീന്റെ അമ്മ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രി 2 മണിക്ക് വന്നാലും ഭക്ഷണം ഉണ്ടാക്കി തരാനായിട്ട് ഒരു മടിയില്ല നവീന്റെ അമ്മയ്ക്ക്. അത് ഇപ്പോഴും അത് അന്നും ഇന്നും നമുക്ക് ഏത് പാതിരാത്രി ചെന്നാലും ഭക്ഷണം കിട്ടുമെന്ന് ഉറപ്പുള്ളൊരു. ഇന്ന് രാവിലെ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഹോബി അതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഷൂസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഷൂസിന്റെ കുറച്ച് കളക്ഷൻ ഒക്കെ ഉണ്ട്. അങ്ങനെ എത്ര ഉണ്ടാവും? 35 എണ്ണം ഉണ്ടായിരുന്നു ഞാൻ പോരുമ്പോൾ. അങ്ങനെ ഉണ്ടാക്കി അത്ര ഉണ്ടായിരുന്നു, 35 പെയർ ഓഫ് ഷൂസ്. പിന്നെ വേറെ വലിയ കാര്യമുണ്ട്, ഇവൻ ചെരുപ്പ് സൂക്ഷിക്കുന്നത് ഭയങ്കര. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. ഈവൻ നമ്മളൊക്കെ വൈറ്റ് ഷൂ എടുത്ത് 3 ദിവസം കഴിയുമ്പോൾ അത് ബ്രൗൺ കളറാണ്. ഇവന്റെ 3-4 വർഷം കഴിഞ്ഞാൽ അത് വൈറ്റ് ഷൂ. കാരണം ഈ 40 പേർ ഒരു ദിവസം ഓരോന്ന് വെച്ചിട്ടാലും 40. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂ ഏതായിരിക്കും? എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷൂസ് ഞാൻ നൈക്കിയുടെ ഒരു ഒരു സ്പെഷ്യൽ എഡിഷൻ ഒരു സാധനം എന്റെ വൈഫ് എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു. അപ്പൊ എത്രയാവും? അതിന്റെ വിലയോ? എന്റെ വില ഉണ്ട് 25,000 രൂപ. ഇത് സൂക്ഷിക്കുന്നുണ്ട് കുറേ നാൾ നിൽക്കും നമുക്ക് ഉറപ്പാണ്. പടം കിട്ടിയിട്ടുണ്ടോ? ഒരു 5-6 പേരിൽ നിന്നു നിർത്തി അവിടെ കൊണ്ട് മതി. സാധനം അടിച്ചോണ്ട് പോകുന്ന ഇത് 3 ഒരേ സൈസാണ്. ഷർട്ട് സൈസ്, പാന്റ് സൈസ്, ഷൂ സൈസ് ഒരുപോലെ. നവീൻ നാട്ടിലേക്ക് പോരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കടകളിലൊന്നും പോകണ്ട, ഇഷ്ടം പോലെ ഞാൻ വീഡിയോ കോൾ ചെയ്യുമ്പോഴത്തേനും ടീഷർട്ട് അല്ലേ ഇത്? ഓക്കെ. അല്ല നവീൻ ചേട്ടൻ എനിക്ക് തോന്നി ഇപ്പം കേട്ടത് വെച്ചിട്ട് ഒരുപാട് ചിട്ടകളും റൂൾസും ഒക്കെ ഉള്ള ആളാണ്. ഭയങ്കര ദേഷ്യമൊക്കെ വരുന്ന ആളാണോ? തീർച്ചയായും ആയിരുന്നു. ഇപ്പൊ അത്രയില്ല. അതറിയാം. ഞങ്ങളുടെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ എടുക്കും. ഭയങ്കര ദേഷ്യം ഉണ്ടായിരുന്നു. അത് കുട്ടികളായതിനു ശേഷമാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. നവീന് ട്വിൻസ് ആണ്. അതിനുശേഷം ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട് നവീന്റെ. ഇപ്പൊ അത്ര ദേഷ്യം. പക്ഷെ ഇത് ഓഡിയൻസ് ഭയങ്കര ഞെട്ടലോടായിരിക്കും കേൾക്കുന്ന കാര്യം. നവീൻ ചേട്ടന്റെ ചിരിക്കൊക്കെ എപ്പോഴും ചിരിച്ച മുഖം, ഭയങ്കര ഫാൻസ് ആണ്. അല്ലല്ല ഇപ്പൊ അങ്ങനെ ഞാൻ ദേഷ്യപ്പെടാറേ ഇല്ല. ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ മാറി. ഒരുപാട് മാറി. പല കാര്യങ്ങൾക്ക് എഫക്ട് ഉണ്ടാവും. ചിലപ്പോൾ ഭജന എഫക്ട് ഉണ്ടാവും. പിന്നെ കുട്ടികളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു മറ്റേ ചേട്ടൻ പാടുന്നതിന്. ഇത് നമ്മൾ തന്നെ നമ്മളെ റിയലൈസ് ചെയ്യണല്ലോ ചില കാര്യങ്ങളിൽ. ഇത് വെറുതെ ആവശ്യപ്പെട്ട് ദേഷ്യപ്പെടുന്നതുകൊണ്ടൊരു ദേഷ്യപ്പെടേണ്ട ഇൻസിഡൻസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ചെയ്യും, അത് വേറെ കാര്യം. പക്ഷെ അല്ലാത്ത സിറ്റുവേഷൻസിൽ എന്താണെങ്കിലും കൺട്രോൾ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യുക. അത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പോൾ അതാണ്. ഓക്കെ. ഇനി പുറകെ ഇരിക്കുന്ന ആളുടെ ചേട്ടന്റെ ആണ് കൂടുതലും സംസാരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ വന്നപ്പോഴും ചോദിച്ചില്ലേ നന്നായി സംസാരിക്കത്തില്ലേ? അപ്പൊ തന്നെ പറഞ്ഞു മിണ്ടിപ്പോരുന്നു. എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകൾ? മാനേജ്മെന്റ് സ്കിൽസ്. പുതിയത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാൻ ഫിഷറീസ് പഠിച്ചതാ. ജോലി ചെയ്തത് കെമിസ്ട്രി ആയിട്ടാണ്. ഫിഷറീസിൽ കുറച്ച് അറിഞ്ഞത് കെമിസ്ട്രി പഠിച്ചു. അവിടെ പോയിട്ട് ലാബുകളൊക്കെ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടു. ഹാർമോണിയം ഒരു വർഷത്തോളം പഠിച്ചിട്ടുള്ളൂ. പാട്ട് ഹാർമോണിയത്തിന്റെ കൂടെ ട്രെയിൻഡ് ആയിരുന്നു. കൂടുതൽ ഭജന പാടി തന്നെ സായി ഭജൻ വളരെ ചെറുപ്പം മുതലേ പാടുമായിരുന്നു. എന്റെ വീട്ടില്
ഭജൻ ഫാമിലി എല്ലാവരും പാടും. ചേട്ടൻ തബ്ലയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് അത് അങ്ങനെ പഠിച്ചു വന്നത്. പിന്നെ ഈ ഗ്രൂപ്പിന്റെ കൂടെ നോക്കാനില്ല. പരിപാടി ഞങ്ങളൊരു 10 വർഷം മുമ്പ് ഞങ്ങൾ ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു വേദിയിൽ വെച്ച് ആക്സിഡന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കാണുന്നത്. എല്ലാ കാര്യം ട്രൈ ചെയ്തോളും പുള്ളി. അത് അങ്ങനെ ഇതിപ്പോ നമ്മളൊരു പുതിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. എല്ലാത്തിലും ഒരു ശ്രമം മുന്നോട്ട് വെക്കാം. ക്യാമറ വാങ്ങിച്ചു. ക്യാമറ പുള്ളി സ്റ്റുഡിയോയില് റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികളായി അങ്ങനെയുള്ള പരിപാടികളെല്ലാം എല്ലാം സൗണ്ട് മിക്സിങ് സ്റ്റേജിൽ സപ്പോർട്ട് ചിലപ്പം രാജേഷും കൂടെ കൂടിയിട്ടാണ്. ഇപ്പൊ പുതിയ സൗണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നമ്മുടെ റെഗുലർലി വരാത്ത എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ രാജേഷ് സപ്പോർട്ട്. ചേട്ടൻ വന്നാൽ മതി, കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ചെറുതായിട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ പോയി ഒരു 3 മാസത്തെ കോഴ്സ് ചെയ്തു. നമുക്ക് ആവശ്യമുള്ള ഒരു മേഖലയാണ് സൗണ്ട്. അപ്പൊ ചെറുതായിട്ട് ആധികാരികമായി പഠിക്കാതെ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല. നമ്മളും ദേഹവും നമ്മുടെ ദുബായിലെ കണ്ണൻ, ശ്രീജിത്ത് കണ്ണൻ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് സൗണ്ടിന്റെ കാര്യം, പിന്നെ അവനുമാണ് സൗണ്ടിന്റെ പ്രാന്തമുള്ളത് അവനാണ്. അവനുണ്ട്. പിന്നെ അജേഷ് ഭായി അവിടെ കീസു അവിടെ വാങ്ങിക്കുന്ന ഒരു മുട്ട അടിച്ചൊരു ആൾ. എല്ലാരും കണ്ടറിയാം, എല്ലാ വീഡിയോസിലും കണ്ട് ഭയങ്കര സൗണ്ടിന്റെ എല്ലാ പരിപാടി. ഓക്കെ, ഇനി അടുത്ത ആള്. എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുതായിട്ട് പടം വരയ്ക്കും. ഭയങ്കര പാവം ചേട്ടൻ അല്ലേ? ലൈറ്റ് ഹാർട്ടഡ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടമാണ്. അത് പിന്നെ കഴിവല്ലാത്തോണ്ട് അതാണ് പണ്ടത്തെ ഡ്രൈവിംഗ്. മറ്റേ ബൈക്കായിട്ട് പൾസർ ഉണ്ടായിരുന്ന സമയത്ത് നെല്ലിയാമ്പതിക്കും ഒക്കെ ഇവിടുന്ന് പോയി അവിടെ ചെന്നിട്ട് അന്നേരം തന്നെ തിരിച്ചു. ഇപ്പൊ ആൾക്കാരൊക്കെ നോർമലാണ്. ഞാൻ പറയുന്നത് 2000 ഞാൻ ഗോവയ്ക്ക് വരുന്നു. ആ ബൈക്കിന് ഗോവയ്ക്ക് പോവുക. ഉള്ളല്ലോ. പക്ഷെ അങ്ങനെ തോന്നുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ ഒന്നും വരുന്നില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നേരെ തിരിച്ചാണ്. ഒരു വണ്ടി കിട്ടിയാൽ ഞാൻ എവിടെയും പോകും. കൊള്ളാം. കൊള്ളാലോ. ഓക്കെ, നമ്മുടെ അടുത്ത ചേട്ടൻ പറഞ്ഞോളൂ. പാട്ട് പാടും, അതാണ് കൂടുതൽ. പാട്ട് പാടുന്നില്ല, ബോഡി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നോക്കും, ഫിറ്റ്നസ് നോക്കും. അവന്റെ പിന്നെ അതെ, നന്നായിട്ട് ഫോട്ടോ എടുക്കും. അതായത് നമ്മുടെ ഫോണില് അസാധ്യമായിട്ട് ഫോട്ടോസ് എടുക്കും. നല്ല ഫ്രെയിംസ് ആയിരിക്കും അവൻ എടുക്കുന്നത്. ആദ്യം പറയണ്ടേ, ഇവനും എടുക്കും അതുപോലെ തന്നെ. ഒരുപാട് ഫോട്ടോസ് എടുക്കില്ല. ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ കുറെ ഫോട്ടോസ് എടുക്കുന്നവരുണ്ട്. പക്ഷെ രണ്ടും അതായിരിക്കും നല്ല രസമായിരിക്കും. നല്ല ക്രോപ്പ് ഫ്രെയിം ഒക്കെ നോക്കി അങ്ങനെ കുറച്ച് വീഡിയോസ് എടുക്കാം. നമ്മുടെ അമ്പലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ പെട്ടെന്നൊന്നും തോന്നില്ല. പക്ഷേ പാട്ടിനും അപ്പുറത്തേക്ക് ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞു വരുമ്പം ജസ്റ്റ് ഈ ആർട്ട് സൈഡ് മാത്രമല്ല, എന്തൊക്കെ സ്കില്ലുകളാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. കൊളവടികളി. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അധികം നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു കൂടുതലൊന്നല്ല, മെജോറിറ്റിയും പോസിറ്റീവ് കമന്റ്സ് തന്നെയാണ്. ചെറുതായിട്ടൊക്കെ എന്തൊക്കെ നെഗറ്റീവ്സ് വരാറുള്ളൂ. നിങ്ങൾ കമന്റ്സ് എല്ലാം വായിക്കാറൊക്കെ ഉണ്ടോ? സോഷ്യൽ മീഡിയ മെയിനായിട്ട് ആരെ ഹാൻഡിൽ ചെയ്യുന്ന? പേജ് ഹാൻഡിൽ ചെയ്യുന്നത്? പിന്നെ യൂട്യൂബൊക്കെ നമുക്കിപ്പം ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ കുക്ക് സ്റ്റോറീസ്, നമ്മുടെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഈ കമന്റ്സും കാര്യങ്ങളും ഇപ്പം എല്ലാവരും അങ്ങനെ എല്ലാം ശ്രദ്ധിക്കാറില്ല. ചിലര് നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ അയച്ചു കൊടുക്കും, നമുക്കൊക്കെ അയച്ചു തരും ചില നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ. അല്ല, നെഗറ്റീവ് അറിയാൻ വേണ്ടി ഞാൻ ശരിക്കും പോസിറ്റീവ് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചാണ്. ഏറ്റവും സന്തോഷം തോന്നിയ കമന്റ് ചെയ്താന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. പോസിറ്റീവ് ഒത്തിരി ഉണ്ട്. എന്താ ഇപ്പൊ പറയണ്ടേ, ഞാൻ കുറേ വായിച്ചു, കുറേ കണ്ടു. അപ്പൊ അതിനകത്ത് ഒരു കമന്റ് ഞാൻ കണ്ടാണ്, ഗുരുവായൂരിലെ പ്രോഗ്രാമിന് കാണാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു ഫാമിലി വന്നിട്ട് അവർക്ക് കാണാൻ പറ്റിയില്ല. ക്രൗഡും ആൾക്കാരും തിരക്കും കാരണം അവർക്ക് നിങ്ങളെ കാണാനും പറ്റിയില്ല, കേൾക്കാനും പറ്റില്ല, എത്തിപ്പെടാൻ പോലും പറ്റിയില്ല. പക്ഷെ അവര് ഒരുപാട് സങ്കടപ്പെട്ട് കരഞ്ഞു എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് അവർ അകത്ത് തൊഴാൻ കയറി അവിടെ വെച്ച് നിങ്ങളെ കണ്ടു. അത് വലിയൊരു ഭാഗ്യമായിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ കുറേ കമന്റ്സ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി റെഫറൻസ് നോക്കിയപ്പോൾ കമന്റ്സ് വാങ്ങിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി ഏതെങ്കിലും ഒരു കമന്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അങ്ങനെ ഏതെങ്കിലും ഓർക്കുന്നതുണ്ടോ? നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമോ ഇങ്ങനെ കമന്റ്സ് ഒക്കെ? ഞങ്ങള് കമന്റ്സും ആരെങ്കിലും പേഴ്സണൽ ഒത്തിരി മെസ്സേജസ് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പം പേഴ്സണലി നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ ടച്ച് ചെയ്യുന്നത് നമുക്ക് ആൾക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അതാണ് നമുക്ക് ഇമോഷണലി ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പം ആൾക്കാർ ഈ സ്ട്രെസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്കും വല്ലതുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഒരു കുറേ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു അമ്മ, ഒരു മോളാണ് എനിക്ക് മെസ്സേജ്.
ഒരു മേജർ സർജറിക്ക് കയറാൻ പോവാണ്. പുള്ളിക്കാരിക്ക് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഡോക്ടർ അവിടെ കേട്ടോണ്ടിരിക്കുക നമ്മുടെ പാട്ട് കേട്ട്. പുള്ളിക്കാരി ഹാപ്പിയായി, എന്നിട്ട് സർജറിക്ക് കയറ്റി, എല്ലാം ഓക്കെ ആയി, സർജറി എല്ലാം ഓക്കെ ആയി, തിരിച്ചു വന്നിട്ട് വീണ്ടും പാട്ട് കേൾക്കുക. അതൊക്കെ ഭയങ്കര, അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതൊക്കെ. എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഇന്നത്തെ കാര്യം കേട്ടോ, ഞാൻ ആക്ച്വലി വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. നേരത്തെ തൊട്ടേ നമ്മളിങ്ങനെ ഇന്റർവ്യൂ എടുക്കുന്ന അറിയുന്നതുകൊണ്ട് അറിയാം. പിന്നെ ഈ പറഞ്ഞ നിങ്ങളുടെ അടുത്ത് ഒരു പേടി വരുന്നില്ല, അത് വേറെ നിങ്ങൾ നമുക്ക് കണ്ട് അറിയാമല്ലോ. പക്ഷെ എന്നിട്ടും എനിക്കിന്ന് രാവിലെ ട്രെയിനിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ എത്താറാവുന്നതനുസരിച്ച് എനിക്ക് 2 മണിക്കൂർ ഞാൻ സെറ്റായിട്ട് ചെയ്യണം. ഇങ്ങനെ തോട്ട് വരും, തോട്ട് ചുമ്മാ എനിക്ക് ടെൻഷൻ. നിങ്ങളുടെ തന്നെ പാട്ട് ഞാൻ ഇന്റർവ്യൂ കേട്ടോണ്ടിരുന്നപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഓക്കെ, ഞാനിങ്ങനെ ഇത് കൊള്ളാലോ. എന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇവിടം വരെയും ഞാൻ ആ പാട്ടുകൾ മാത്രം കേട്ട്, ഞാൻ റെഡി ആയതും ഡ്രസ്സ് ചെയ്തതും മേക്കപ്പ് ചെയ്തൊക്കെ ഈ പാട്ട് കേട്ട് മാത്രമാണ്. അപ്പോൾ എനിക്കും അപ്പോൾ ഈ കമൻസ് വായിച്ചിട്ട് അത് തന്നെയാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്കും കുറേ സ്ട്രെസ് ഉണ്ടാവുമല്ലോ ഇപ്പം ഇത്രയും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും നന്ദഗോവിന്ദൻ ടീം സ്ട്രെസ് മാറ്റുന്നത് എങ്ങനെയാ? ഭജൻസ് അല്ലാതെ നിങ്ങൾ പാടിപ്പാടിയാണല്ലോ നിങ്ങൾക്ക് സ്ട്രെസ്, നിങ്ങൾ എങ്ങനെയാണ് മാറ്റുന്നത്? ഞങ്ങള് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞല്ലോ എല്ലാരും. അപ്പൊ നമ്മൾക്കിടയിലുള്ള ടോക്സ് അതുപോലത്തെയാണ്. അപ്പൊ എല്ലാരും ചിരിക്കാനായിട്ടുള്ള ആ ഒരു സന്തോഷം എല്ലാവരും സ്റ്റേജിൽ കാണുന്നത്. കാരണം നമ്മൾക്കിടയിൽ അങ്ങനെ ഒരു വലിയ പെർഫോമൻസിന്, ഇപ്പൊ പറഞ്ഞ പോലെ പെർഫോമൻസിന് പോകുവാണെന്നുള്ള ഇതൊന്നുമില്ല. എല്ലാരും ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നിടം വരെ, ഈവൻ ആ സ്റ്റേജിലിരുന്ന് സൗണ്ട് ചെക്ക്, വേറൊരാൾ സൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ അപ്പുറത്തിരുന്ന് ഞങ്ങൾ വേറെ കാഷ്വൽ ടോക്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ പോലത്തെ ഇൻസിഡൻസ് ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചിരിക്കും. അങ്ങനെ സ്ട്രെസ് നമ്മൾ എടുക്കാറില്ല. ഈവൻ ആകെ നമുക്ക് ഈ പറഞ്ഞ അല്ലാതെ സ്ട്രെസ് വരുവാണെങ്കിൽ എന്താണ് ഓപ്ഷൻ എന്നുള്ളത് നമുക്കൊരു സ്ട്രെസ് ചോദിക്കുന്നത്. നിങ്ങൾ ഭജൻസ് പാടുന്നു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്ട്രെസ് വരാമല്ലോ. അപ്പൊ നമുക്ക് നമ്മളെങ്ങനെ അല്ല, നമ്മൾ ഈ ഒരു കമ്പനി നമ്മളുടെ സ്ട്രെസ് ഭയങ്കര, ഇപ്പൊ നമ്മളെല്ലാരും കുറെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നമ്മളുടെ എല്ലാവരുടെയും എനിക്കിപ്പോ സ്ട്രെസ്സിന്റെ ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. ഈ ഒരുമിച്ച് ഇപ്പൊ ഈ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കുറെ മാസങ്ങളായിട്ട് എല്ലാ ദിവസവും പ്രോഗ്രാം ഉണ്ട്. അപ്പൊ നമുക്ക് ആ സ്ട്രെസ് എന്ന് പറയുന്ന സാധനം വലിയ ഒരു കാര്യമല്ല ചോദിച്ചു വന്നാലും അതിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് 3 മണിയാകുമ്പോൾ അല്ലെ പ്രോഗ്രാമിന് പോകാനായിട്ട് കാണുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കാറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ സ്ട്രെസ് ഇല്ല. നമുക്ക് അത്ര നേരം എന്താണോ നമ്മളെ അലട്ടിയിരുന്ന ഒരു പ്രശ്നം, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല. മേ ബി തിരിച്ചു വരുമ്പം കുറച്ച് സമയം ഈ പറഞ്ഞ വീണ്ടും ചിന്തിക്കായിരിക്കും. പക്ഷെ ആ സമയത്ത് അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള മെന്റൽ സ്ട്രെങ്ത് നമുക്ക് ആയിട്ടുണ്ട്. ഞാനിപ്പോ നവീൻ സാറിന്റെ ഇന്റർവ്യൂലൊക്കെ കണ്ടതാണെങ്കിൽ ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം അടുത്ത ദിവസം കണ്ണൂരാണെങ്കിൽ അതിന്റെ അടുത്ത ദിവസം അടുത്തിരിക്കും, പിന്നെ 4 ദിവസം കഴിയുമ്പോൾ തിരിച്ച് ദുബായിക്ക് പോകണം. അപ്പൊ ഞാൻ ഇവരെങ്ങനെയാണ് ഈ സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യുന്നത്? അത്രയും ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഓഫീസിലൊക്കെ നല്ല സ്ട്രെസ് ഉണ്ട്, നമ്മൾ പണിയെടുക്കുന്ന അങ്ങനത്തെ ഇതിലാണല്ലോ. അപ്പം ആ സ്ട്രെസ്സിനിടയ്ക്ക് അത് സമാധാനം തരുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഓഫ് കോഴ്സ് വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും വൈഫ്, പിന്നെ എൻ്റെ 2 ട്വിൻസ് എനിക്ക്, അവരുടെ കൂട്ടത്തില് വർത്താനം പറഞ്ഞ് സമാധാനം നമ്മളൊരു കുറച്ച് നേരം കളിച്ച് കഴിയുമ്പോഴത്തേനും അതും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും അങ്ങനെ ഫാമിലി എടുത്ത് ചെല്ലുമ്പോ തന്നെയാണ് കാര്യം അതാണ്. ഇന്നലെ വിളിച്ചിട്ടും രണ്ടുപേരും ട്വിൻസ് ആണ്. മോള് എല്ലാ ദിവസവും വിളിച്ചിട്ട് ചോദിക്കും പക്ഷെ എപ്പോഴാ വരുന്നത്, നാളെ രാവിലെ ഒക്കെ അറിയാവുന്ന, നാളെ രാവിലെ എഴുന്നേക്കും അച്ഛൻ വരും. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിനെ ചെല്ലുമ്പോഴാണല്ലോ, നാളെ രാവിലെ ഞാൻ എഴുന്നേക്കും അച്ഛനുണ്ടാവും അവിടെ, അതോ നാളെ അപ്പൊ ഞാൻ പറഞ്ഞു നാളെ എല്ലാം എന്റെ അടുത്ത ദിവസം രാവിലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ വീട്ടിലിരിക്കും അവിടെ. കൊള്ളാം. അതാണ് അവർ ചെന്ന് കാണുമ്പോഴാണ് അതൊരു ഭയങ്കര സന്തോഷം. ഇവിടെ എന്തോ പറയുന്നുണ്ടല്ലോ, എന്തോടാ ഉണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക്. എന്താ ഇവന്റെ സെസ്ലീഫ് അപ്പൂപ്പൻ അല്ലടാ, അപ്പൂപ്പനാണ് എല്ലാ കാര്യങ്ങളും. അതായത് മരുന്ന് കഴിഞ്ഞ ദിവസം ഇവന്റെ അമ്മ അമ്പലപ്പുഴ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തൊണ്ടയ്ക്കുള്ള മരുന്ന് ആ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് ഇവന്റെ വായിൽ വരെ വെച്ചു കൊടുക്കുന്നത് അതിന് പോലും ഇവനെ സമ്മതിക്കില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അത് പറഞ്ഞു, പക്ഷെ എക്സ്പീരിയൻസ് ഭയങ്കര മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പാട്ട് പാടിയ സമയത്ത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പാടുമ്പോ ഒരാൾ മാത്രം ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല രസമുണ്ട് കാണാനും. സീരിയസ് ആണെങ്കിൽ നമ്മൾ നോക്കി ചിരിക്കും. ഇപ്പൊ അടുത്ത എന്റെ ഒരു ക്വസ്റ്റ്യൻ നവീൻ സാറിനോട് പേഴ്സണലി ഉള്ളതാണ്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ എല്ലാരും എല്ലാം വേണമെങ്കിൽ കേൾക്കാൻ നോക്കാം, എന്തെങ്കിലും ടിപ്പൊക്കെ കിട്ടിയാലോ. 2019 ഒരു പോസ്റ്റാണിത്. ഈ ഒരാളെ അല്ല ഇപ്പോ ഈ ഒരു വ്യക്തിയാണോ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? ഭയങ്കര ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ചേട്ടന്റെ പല ഇന്റർവ്യൂസ്, പല വീഡിയോസ്, എനിക്ക് തോന്നുന്നു 6 വർഷം മുന്നത്തെ 8 വർഷം മുന്നത്തെ ഒക്കെ പല വീഡിയോസ് കിടക്കുന്നുണ്ട്. ദുബായിൽ വെച്ച് നടത്തിയ പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, ഇന്റർവ്യൂലൊക്കെ.
എല്ലാത്തിലും വേറെ വേറെ ആളാ. ഇതെങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ലുക്ക് വരുത്തുന്ന ഒരാൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? എനിക്ക് അതിന്റെ ടിപ്പ് ഒക്കെ പറഞ്ഞു തരൂ. ഭയങ്കര ഡിഫറൻസ് ആണ്. ഞാൻ വേണമെങ്കിൽ ഒരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ ഈ കാണിച്ച ഫോട്ടോയിലെ ആളെ നിങ്ങൾ കണ്ടല്ലോ, നേരിട്ടിരിക്കുന്നേ കണ്ടിട്ടുണ്ട്. ഒരു ഫോട്ടോ കൂടെ കാണിച്ചു. ഇത് ഞാൻ ലുക്ക് കണ്ടിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചതാട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് AI ക്രിയേറ്റഡ് ആണ്. ഐ മീൻ നിങ്ങളുടെ ഒരു ഫോട്ടോ അവർ AI വീഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എനിക്ക് പറഞ്ഞു തരണം. അല്ലല്ല, കംപ്ലീറ്റ് ചേഞ്ച് ആണ്. മേക്കപ്പ് ഒന്നും അല്ല. ഇത് എന്ത് ഡിഫറൻറ്റ്. ഇതെനിക്ക് എന്താ തോന്നല്ലോ. ഇപ്പൊ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ആ ഫോട്ടോ ഇപ്പൊ നിങ്ങൾ സംസാരിക്കും. ആ മുഖമൊക്കെ എനിക്ക് ആ ചേട്ടനേ അല്ല കേട്ടോ, വേറെ ആരോ. ഇത് എന്ത് പറയുന്നത്? എന്താണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീക്വൻസ്? ഷുഗർ ഇപ്പൊ കുറച്ചും കൂടി പിന്നെ ഞാനിപ്പോ ചെയ്യുന്ന വേറെ ഒന്നുമല്ല, പണ്ടത്തെക്കാളും കുറച്ചുകൂടെ ഒക്കെ ഡയറ്റ് വർക്ക്ഔട്ട്, ഷുഗർ കട്ട്, നോ ഷുഗർ. നിങ്ങളെല്ലാരും 3 വർഷമായിട്ട് നോ ഷുഗർ. അല്ലല്ലേ? ഞങ്ങൾ 4 പേരും. ഓ, എത്ര നാളായിട്ട് ഇപ്പൊ ഷുഗർ കിട്ടാ? 2 വർഷം ഒരാഴ്ച 2 വർഷമായിട്ട് കംപ്ലീറ്റ്ലി ഷുഗർ കട്ട്. അതിന്റെ ഒക്കെ തന്നെ ആയിരിക്കും കേട്ടോ മാറ്റം. ഇനിയും പറയാത്ത രഹസ്യം വല്ലതും ഉണ്ടോന്ന് അറിയത്തില്ല. അതെ, എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നല്ല മാറ്റം ഉണ്ട് പഴയ എല്ലാ ദിവസവും ഇപ്പൊ പറ്റുന്നില്ല. ഇപ്പം ഉറങ്ങിയാൽ മതി. ഫോട്ടോ ഞാൻ ഇപ്പൊ കൂടെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും വ്യത്യാസമുണ്ട്. ഞാൻ ദുബായിൽ ചെന്ന വർഷം അത് 2008 അതിലല്ല, ഞാൻ അത് എന്റെ പ്രായം 2010 എടുത്ത ഫോട്ടോയാണ്. ഇട്ടത് ഞാൻ റീപോസ്റ്റ് ചെയ്തത് 2010 ഫോട്ടോ. ഓ, വെറുതെ ദുബായിൽ ചെന്നിറങ്ങിയ സമയത്ത് ഞാൻ ആക്ച്വലി ഇൻസ്റ്റയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം ഈ താഴെ വന്ന് ഈ ഫോട്ടോ കണ്ടിട്ട് ഒറ്റ സ്ക്രോളിൽ മേളിൽ വന്നപ്പോ ഫസ്റ്റ് മമ്മൂക്കായിട്ടുള്ള ഫോട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു ചേഞ്ചും ഗ്രോത്തും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാവും. ഏറ്റവും നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസ് എന്തായാലും നന്ദഗോപുരത്തിന്റെ ഫാൻസ് ആണ്. ആദ്യം ഫസ്റ്റ് മെസ്സേജ് സെലിബ്രിറ്റി ആരാണെന്നെങ്കിലും ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് കണക്ട് ചെയ്ത ഫസ്റ്റ് കണക്ട് ചെയ്ത അനുശ്രീ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഇപ്പൊ കുറെ പേരായില്ലേ? ജയറാമേട്ടനോട് സ്ഥിരം വീഡിയോസ് എടുത്ത് അയക്കാറുണ്ട്. ക്യാരവണിലേക്ക് നമ്മുടെ പാട്ട് കേട്ടോണ്ട് ഈ പറഞ്ഞ പോലെ മേക്കപ്പ് ഇടുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ ജയറാമേട്ടൻ നമ്മുടെ പാട്ടുകളാണ്. സത്യം പറഞ്ഞാൽ ഒരു വലിയ മിസ് ഉണ്ടായി കേട്ടോ. അമ്പലപ്പുഴ വന്നപ്പോ തന്നെ ജയറാമേട്ടൻ അമ്പലപ്പുഴ അത് പാടെന്ന് പറഞ്ഞു. ഞങ്ങൾ അന്ന് ടൈം ഭയങ്കര ഷോർട്ട് ആയിരുന്നല്ലേ. ഞങ്ങൾ ആ പാടി വന്നപ്പോ ഈ പാട്ടിന്റെ കാര്യം വിട്ടും പോയി. അതെ, അത് നല്ല രസമുണ്ടായിരുന്നു. റീച്ച് ആയിരുന്നു. പിന്നെ MG ശ്രീകുമാർ സാറ് വരും. കഴിഞ്ഞ വർഷമൊക്കെ പ്രോഗ്രാമിനുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പാടാറുണ്ട്. വരുമ്പോഴൊക്കെ ഇതൊരു വട്ടം പാടിയിട്ട് പോവാറുണ്ട്. ഞങ്ങൾ അമ്പലപ്പുഴ വരുമ്പോന്നുള്ള മറ്റേ അത് അതിലേക്കായി നമ്മുടെ വിജയേട്ടനും അതായിരുന്നു നമ്മുടെ ഇന്നത്തെ അടുത്ത സർപ്രൈസ്. അത് പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ സമയങ്ങൾ വൈകിയത് കൊണ്ട് കുറച്ച് താമസിച്ചതാണ്. എന്റെ വീടിന് തൊട്ടടുത്താണ്. ഞാൻ കുഞ്ഞിലെ തൊട്ടേ കണ്ട് വളർന്നതാണ്. അപ്പൊ ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞു, വിജിമാമ നാളെ മറക്കരുത്. പിന്നീട് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതുപോലെ തന്നെ നമ്മുടെ സമയം വൈകുന്ന അനുസരിച്ചാണ് ഇതെല്ലാം. ആൾക്കും വേറൊരു പ്രോഗ്രാം ഇന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് കുറച്ച് അടുത്ത വട്ടം ഞാനിത് പറയുന്ന സർപ്രൈസ് തരാം. പക്ഷെ ഉണ്ടല്ലോ, ചിലപ്പോ ഇപ്പൊ കണക്ട് ആവുമായിരിക്കും. കുറച്ചുകൂടെ വിളിച്ചു. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോ വീഡിയോ കോളിൽ കണക്ട് ആയാലോ? ഹലോ വിജയമ്മ, ഞാനത് ഇന്റർവ്യൂവിൽ ഇരിക്കുകയാണ്. നമസ്കാരം. നമ്മുടെ കൂടെ നമ്മുടെ ടീം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അവരിലേക്ക് പാസ് ചെയ്യാട്ടോ. എന്തെങ്കിലും അവരോട് ചോദിക്കാനുള്ളത് വേണമെങ്കിൽ ചോദിക്കാട്ടോ. ഇന്റർവ്യൂവിലാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുള്ളത് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ പാസ് ചെയ്ത് കൊടുക്കാം. നമസ്കാരം ചേട്ടാ, എന്തൊക്കെയുണ്ട്? പോരുന്ന വഴിയല്ലേ? ഞങ്ങൾ ഇച്ചിരി താമസിച്ചു പോയി, അല്ലെങ്കിൽ വിജയനെ അവിടെ വെച്ച് കാണാമായിരുന്നല്ലേ? ഹലോ, അവിടെ ഉണ്ടായിരുന്നോ? ശരി രീതി. നമ്മൾ ഇന്നലെ മാവേലിക്കരയാണ്. അടുത്ത് തന്നെ അല്ലേ? പിന്നെ സുഖമായിട്ടിരിക്കണോ?
അല്ല എറണാകുളത്തപ്പന അവിടെ. താങ്ക് യു താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ മനുഷ്യജന്മത്തെ ഇത്രയും ഭാഗ്യം ചെയ്ത എന്താ പറയാ ഒരു പ്രോഗ്രാം ഇത്ര ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ജനങ്ങളെയൊക്കെ ഇങ്ങനെ ഒരു ഭക്തിയുടെ തലത്തിലേക്ക് എത്തിക്കുന്നു, നമസ്കരിക്കുന്നു. അല്ല നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ചേട്ടാ, അല്ലാതെ പറഞ്ഞില്ല. അല്ലാതെ അതിന്റെ പോസിറ്റീവ് ഞാൻ പറയാം. ഞാൻ അമ്പലപ്പുഴയിൽ 2.5 മണിക്കൂർ എനിക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് 2.5 മണിക്കൂർ ആയോ പല പരിപാടിയും നമ്മൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു വൈബ് അതിന്റെ പോസിറ്റീവ് ഇങ്ങനെ ഉയർന്നിരിക്കുന്നു. വളരെ സന്തോഷം, ഒന്നും പറയാലോ ചേട്ടാ. അത് മനസ്സ് നിറഞ്ഞു അവിടെ അമ്പലപ്പുഴയിൽ വന്ന് നിങ്ങളുടെ എല്ലാം മുന്നിൽ, പ്രത്യേകിച്ച് അമ്പലപ്പുഴ ഒരു നിങ്ങളുടെ രണ്ടുപേരുടെയും കൂട്ടത്തില് 2 വരിയാണെങ്കിലും പാടാൻ പറ്റിയത് അതൊരു ഭയങ്കര ഭാഗ്യം. ഇന്ന് 8 മണിക്ക് വൈകിട്ട് 8 മണിക്ക്. ഇവിടെ എല്ലാരും എത്തിയിട്ടില്ല ഇവിടെ, പക്ഷെ നമ്മുടെ ബാക്കിയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പൊ വിളിക്കാം ചേട്ടാ. നമ്മൾ ഭജൻസ് മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പം നിങ്ങൾ കേൾക്കുന്ന മലയാളം പാട്ടുകളിൽ നിന്നൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഇഷ്ടമുള്ള 2-3 പാട്ടുകളൊന്നും ഞങ്ങൾക്ക് സജഷൻ പറഞ്ഞിട്ട് വെച്ചു നമുക്ക് എൻഡ് ചെയ്യാം. ലൈക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇപ്പം നമ്മൾ ചോദിക്കാറില്ലേ ചില മ്യൂസിക് ആർട്ടിസ്റ്റിനോടൊക്കെ ചോദിക്കാറില്ല നിങ്ങളുടെ പ്ലേലിസ്റ്റ് ഒന്ന് നമുക്ക് പറയുമെന്ന് ചോദിക്കാറില്ലേ, അതുപോലെ നമുക്ക് ഭജൻസ് നിങ്ങൾക്ക് എല്ലാവരും പാടുന്നതും ഇല്ലെങ്കിൽ എല്ലാം നമുക്കറിയാം. അതല്ലാതെ അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. ഞാൻ പാടുന്നില്ല. ഞങ്ങള് പാടണോ? ഇല്ല, ഞാൻ പ്ലേലിസ്റ്റ് ചോദിച്ചാടാ ഇഷ്ടമുള്ള പാട്ടിലേക്ക്. അത് എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് നീലരാവിൽ ഇന്ന് നിന്റെ താരഹാരം എനിക്ക് ഹിന്ദിയാണ് അഭി കുജുമിക്ക്. ശ്രീരാഘവൻ. ചേട്ടന്റെ? എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഒരു പാട്ടെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ചേട്ടൻ? എല്ലാം ഒരേപോലെ എല്ലാ പാട്ടും കേൾക്കും. ഓക്കെ, എല്ലാ പാട്ടും ഇഷ്ടമാണ്. പക്ഷെ പ്രണവസ്മി ഭയങ്കര ഗുരുവായൂരപ്പ ഭക്തൻ, പ്രത്യേകിച്ച് ആ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ശ്രീരാഗം പറയാൻ ശ്രീരാഗം എന്തോ ഓക്കെ, ശ്രീരാഗമ പറഞ്ഞു. ഇപ്പൊ വേറെ കർണാട്ടിക് ജോണറാണ് കൂടുതലും കേൾക്കുന്നത്. ഓക്കെ, ഞാൻ എല്ലാ ജോണറും കേൾക്കും. റഹ്മാന്റെ ആളൊട്ട് സംസാരിക്കുമ്പോ ഭയങ്കര സ്പീഡാ, ഒറ്റടിക്ക് ഞാലപ്പാട്ടും കേൾക്കും, റഹ്മാന്റെ പാട്ട് ഭയങ്കര സ്പീഡിലാണ് പറഞ്ഞു. പ്രൊഡ്യൂസറാണ് അവൻ, കമ്പോസിങ് ചെയ്യും, ആഡ് ഫിലിംസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ പാട്ടുകളിലൊക്കെ ഇമ്പാക്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന മനുഷ്യനാണ്. നമ്മുടെ സിയാബദിക്ക് ബാഹുബലി BGM ഒക്കെ വായിക്കുന്നത്. ഞങ്ങളുടെ കോമൺ ഫ്രണ്ട് ഉണ്ട്. അപ്പം സിനിമയ്ക്കൊക്കെ പോകുമ്പോഴും മെയിൻലി സീനിനേക്കാൾ ഉപരി അതിനകത്തെ BGM ആയിരിക്കും, അതാണ് ശ്രദ്ധിക്കുന്നത്. ഓക്കെ, കൊള്ളാം. നമ്മളൊന്നും മിണ്ടിയില്ല, നമ്മളെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാട്ട് കൂടി കേൾക്കണ്ടേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, കിങ്ങിനിക്ക് വേണ്ടി അമ്പലപ്പുഴക്കാർക്ക് വേണ്ടി അമ്പലപ്പുഴയിലെ പാട്ട് തന്നെ പാടിക്കാം. ഞാൻ രണ്ടും കേട്ടു. അപ്പൊ ഞാൻ ഒന്നുകൂടെ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി
സന്തോഷം. അയ്യോ ഞാൻ പലപ്പോഴും പാടാൻ പറ്റാത്തത് നമ്മൾ ജയറാമേട്ടിന് വേണ്ടിയിട്ട്. അതെ, എൻ്റെ മുന്നിൽ വെച്ച് ഭയങ്കര സന്തോഷം. അപ്പം എന്തായാലും എൻ്റെ ഒരുപാട് നാളത്തെ ഒരാഗ്രഹമായിരുന്നു ഈ ഇൻ്റർവ്യൂ, ഈ ഒരു കോൺവെർസേഷനൊക്കെ. അത് ഭംഗിയായിട്ട് നടന്നു ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കും കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? എനിക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ തന്നെ ഒരുപാട് ഓരോ ദിവസം കഴിയുന്തോറും നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്ന ആ ഒരു സമയത്ത് കുറച്ചും കൂടെ അവൈലബിൾ ആയിരുന്നു. ഇപ്പം അത്രയും തിരക്കാണ്. ഇനിയും കൂടുതൽ തിരക്കുകളാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ബോണ്ടും എല്ലാം ഇതുപോലെ തന്നെ ജീവിതാവസാനം വരെ മുന്നോട്ട് പോട്ടെ. നല്ല സന്തോഷമായിട്ടിരിക്കാൻ കഴിയട്ടെ. ഒരുപാട് താങ്ക്സ് ടു ഓൾ ജാങ്കോ സ്പേസ് ടീം. താങ്ക് യു.